ഒരു സൈലന്റ് ട്രാക്ക് അകത്ത് വരുന്നുണ്ട്. അതായത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചാനൽ കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. ഇത് ഈ റണ്ണർ ഇതിലൂടെ ഈ വീൽ ഇതിലൂടെ റൺ ചെയ്യുമ്പോഴുള്ള സൗണ്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സിസ്റ്റം വരുന്നത്. അതുകൊണ്ട് 3 ടൈപ്പാണ് ലോങ് കർട്ടണുകൾ വരാറുള്ളത്. 1 ഓപ്പൺ ടൈപ്പ്, 2 കൺസീൽഡ് കർട്ടൺ, 3 പെൽമെറ്റ്. ലോങ് കർട്ടണുകൾ ചെയ്യുമ്പോൾ വളരെ നോർമലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ട്രാക്കാണ് എം ട്രാക്ക്. വെൽക്കം ബാക്ക് ടു ഹോം സ്റ്റൈൽ സോഫ ആൻഡ് കർട്ടൺ, ബൈപ്പാസ് ജംഗ്ഷൻ, കാവുങ്ങൽ, മലപ്പുറം. വിവിധ ഇനം കർട്ടൺ ട്രാക്കുകളെ കുറിച്ചാണ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. റോമൻ കർട്ടന് പുറമെ ട്രാക്കുകൾ ഉപയോഗിച്ചുള്ള ലോങ് കർട്ടണുകളും ഇന്നൊരു ട്രെൻഡാണ്. ഇതിൽ തന്നെ കൺസീൽഡ് കർട്ടൺ, ഓപ്പൺ ടൈപ്പ് കർട്ടൺ, പെൽമെറ്റ് കർട്ടൺ, ഇങ്ങനെ 3 തരത്തിലാണ് ലോങ് കർട്ടണുകൾ സാധാരണയായിട്ട് നമ്മൾ ചെയ്യാറുള്ളത്. ഇതിനെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന ട്രാക്കുകളും മാർക്കറ്റിൽ ലഭ്യമാണ്. ഇതിൽ പ്രധാനപ്പെട്ട കുറച്ച് ട്രാക്കുകളെ കുറിച്ച് ഇന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ലോങ് കർട്ടണുകൾ ചെയ്യുമ്പോൾ വളരെ നോർമലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ട്രാക്കാണ് എം ട്രാക്ക്. ഇതിൻ്റെ റണ്ണർ ഒരു വീലാണ് ഇതിൽ വരുന്നത്. വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു വീലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര ഹൈറ്റ് കൂടിയ കർട്ടനാണെങ്കിലും താഴെ നിന്ന് തന്നെ നമുക്ക് ഇത് ക്ലോസ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനൊക്കെ വളരെ ഈസി ആയിരിക്കും. അതുപോലെ ഇതിൻ്റെ ഒരു മിഡിലിൽ 2 പീസുകൾ തമ്മിൽ ജോയിൻ്റ് ആവുന്ന ഭാഗത്ത് ഒരു മാഗ്നറ്റിക് റണ്ണറും വരുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് ഇങ്ങനെ ക്ലോസ് ആവും. എത്ര ഹൈറ്റ് കൂടിയ കർട്ടനാണെങ്കിലും താഴെ നിന്ന് തന്നെ ഇങ്ങനെ ക്ലോസ് ചെയ്യാൻ പറ്റും. ഇതാണ് നോർമലായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ട്രാക്ക്, എം ട്രാക്ക്. ഇനി ഇതിലും കുറച്ച് ഹെവി ചാനലാണ് ഇത്, ജംബോ ചാനൽ, ജംബോ ട്രാക്ക്. ജംബോ ട്രാക്കും ഇതേപോലെ തന്നെയാണ്, പ്ലീറ്റഡ് ആയിട്ടുള്ള കർട്ടനാണ് ജംബോ ട്രാക്കും ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇനി ജംബോ ട്രാക്കിൻ്റെ തൊട്ട് മുകളിൽ വരുന്നത് ജംബോ സൈലൻറ്റ്. ഇത് രണ്ടും ഒരേപോലുള്ള ചാനലുകളാണ്, ജംബോ ചാനലുകളാണ്. പക്ഷേ ഇതിൽ ഒരു സൈലന്റ് ട്രാക്ക് അകത്ത് വരുന്നുണ്ട്. അതായത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചാനൽ കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. ഇത് ഈ റണ്ണർ ഇതിലൂടെ ഈ വീൽ ഇതിലൂടെ റൺ ചെയ്യുമ്പോഴുള്ള സൗണ്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സിസ്റ്റം വരുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ട്രാക്കുകളൊക്കെ സൈലന്റ് ട്രാക്ക് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ജംബോ നോർമൽ, ഇത് ജംബോ സൈലന്റ്. ജംബോ സൈലന്റ് മറ്റ് 2 കളറിലാണ് ഇത് വരുന്നത്. ഇത് നോർമൽ ട്രാക്കുകളാണ് ഇതെല്ലാം. അതുപോലെ തന്നെ നോർമൽ സൈലന്റ്, ഇതും ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ട്രാക്കാണ്. ഇതിലും ഒരു സൈലന്റ് ട്രാക്ക് അകത്ത് വരുന്നുണ്ട്. ഇത് മറ്റൊരു ട്രാക്കാണ്. ഇതിൻ്റെ പേര് ക്യൂബ് ട്രാക്ക് എന്നാണ്. ഈ ക്യൂബ് ട്രാക്കിലും ഒരു സൈലന്റ് സിസ്റ്റം വരുന്നുണ്ട്. ഇതും റണ്ണർ യൂസ് ചെയ്യുമ്പോൾ, റണ്ണർ റൺ ചെയ്യുമ്പോൾ ഇതിനും സൗണ്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലിങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സിസ്റ്റം വരുന്നത്. ഇത്രയും ട്രാക്കുകളാണ് നോർമലായിട്ട് പ്ലീറ്റഡ് കർട്ടൺ നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ റിപ്പിൾ കർട്ടൺ വരുമ്പോഴും, ലോങ് കർട്ടണിൽ ഏറ്റവും കൂടുതൽ വരുന്നത് സാധാരണ ചെയ്യാറുള്ളത് പ്ലീറ്റഡ് കർട്ടണും റിപ്പിൾ കർട്ടണുമാണ്. റിപ്പിൾ കർട്ടണ്, ക്യൂബ് ട്രാക്ക് റിപ്പിൾ കർട്ടണ് യൂസ് ചെയ്യാൻ പറ്റിയൊരു ട്രാക്കാണ്. ഇനി കുറച്ചും കൂടി പ്രീമിയം കാറ്റഗറിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ജംബോ ഡീലക്സ്, അതായത് നേരത്തെ കാണിച്ച ജംബോ ട്രാക്ക്, അത് കഴിഞ്ഞ് ജംബോ സൈലന്റ്, ജംബോ സൈലന്റ് കഴിഞ്ഞാൽ ജംബോ ഡീലക്സ്. ജംബോ ഡീലക്സ് സാധാരണയായിട്ട് യൂസ് ചെയ്യാറുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓപ്പൺ ടൈപ്പ് കർട്ടണുകൾക്കാണ്. ഓപ്പൺ ടൈപ്പ് കർട്ടണുകൾ എന്നുദ്ദേശിക്കുന്നത് നമ്മൾ മുമ്പ് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. 3 ടൈപ്പാണ് ലോങ് കർട്ടണുകൾ വരാറുള്ളത്. 1 ഓപ്പൺ ടൈപ്പ്, 2 കൺസീൽഡ് കർട്ടൺ, 3 പെൽമെറ്റ്. കൺസീൽഡ് കർട്ടൺ ഉദ്ദേശിച്ചത് ജിപ്സിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങി വരുന്ന കർട്ടണുകൾ നമ്മൾ സാധാരണ പല വീട്ടിലും കാണാറുണ്ട്. അങ്ങനെയുള്ള കർട്ടണുകൾക്ക് ഈ ട്രാക്ക് പുറത്തേക്ക് കാണില്ല. അപ്പോൾ ട്രാക്ക് പുറത്തേക്ക് കാണുന്നില്ല എങ്കിൽ നമുക്ക് നോർമൽ എം ട്രാക്ക് യൂസ് ചെയ്താലും ഒരു കുഴപ്പമില്ല.
കാരണം ക്ലോത്ത് മാത്രമാണ് പുറത്തേക്ക് കാണുള്ളൂ, ട്രാക്ക് പുറത്ത് കാണില്ല. ഇനി ഈ എം ട്രാക്കിൽ തന്നെ സൈലന്റ് ആക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ സൈലന്റ് വരുന്ന ട്രാക്കുകളും വരുന്നുണ്ട്. ഇനി അതല്ല പെൽമെറ്റ് വെച്ചിട്ടുള്ള കർട്ടൻ ആണെങ്കിൽ, പെൽമെറ്റ് ഉദ്ദേശിച്ചത് നമ്മൾ വീട്ടിൽ ഇന്റീരിയർ ഒക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവിടെ വരുന്ന വാൾഡ്രോബ് ഇങ്ങനെ ഇതൊക്കെ ചെയ്യുന്ന അതേ മെറ്റീരിയൽ കൊണ്ട് തന്നെ, അതായത് പ്ലൈവുഡോ അല്ലെങ്കിൽ മൾട്ടിവുഡോ വെച്ചിട്ടാണ് അങ്ങനെ ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പെൽമെറ്റ് ഒരു ബോക്സ് അടിച്ചിട്ട് വിൻഡോക്ക് മുകളിൽ ഫിറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ഫിറ്റ് ചെയ്യുമ്പോഴും ട്രാക്ക് പുറത്ത് കാണില്ല. അങ്ങനെയുള്ള സമയത്തും നോർമൽ ടൈപ്പ് ചാനലുകളാണ് സാധാരണ യൂസ് ചെയ്യാറുള്ളത്. ഇനി ഓപ്പൺ ടൈപ്പ് കട്ടൺ എന്ന് ഉദ്ദേശിച്ചത് മൂന്നാമത്തത് ഓപ്പൺ ടൈപ്പ് കട്ടൺ. അതിൽ പെൽമെറ്റ് വരാറില്ല, മാത്രമല്ല ജിപ്സിൻ്റെ അകത്തുനിന്ന് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാവില്ല. അപ്പോൾ ട്രാക്ക് പുറത്തേക്ക് കാണും. ട്രാക്ക് പുറത്ത് കാണുമ്പോഴാണ് ഇങ്ങനെയുള്ള ഡീലക്സ് ട്രാക്കുകൾ യൂസ് ചെയ്യാറുള്ളത്. ഇത് പുറത്തേക്ക് കണ്ടാലും ഇതിന് ഒരു പ്രത്യേക ഭംഗിയുണ്ട് കാണാൻ. ഇതൊരു പ്രീമിയം കാറ്റഗറിയിൽപ്പെട്ട ടൈപ്പാണ്, മീൻസ് കുറച്ച് വില കൂടിയ ടൈപ്പാണ്. ഇതിൽ 5 കളറുകളും വരുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഇൻറ്റീരിയറിനോ ക്ലോത്തിനൊക്കെ മാച്ച് ചെയ്യുന്ന രീതിയിൽ ഇതിൽ കളറും സെലക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ഒരുപാട് ട്രാക്കുകൾ വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഡബിൾ ട്രാക്കാണ്. ഇതും ഒരു സൈലന്റ് ടൈപ്പാണ്. ഇത് അതായത് ബാക്കിൽ പിന്നെ ഇങ്ങനെ കട്ടൺ വരുമ്പോൾ ബാക്കിൽ ഷിയർ കട്ടണും ഫ്രണ്ടിൽ ക്ലോത്ത് കട്ടണും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ രീതിയിൽ നമ്മൾ 2 എം ട്രാക്കുകളാണ് യൂസ് ചെയ്യാറുള്ളത്. ഇനി പകരം ഒരൊറ്റ ട്രാക്ക് തന്നെ കൊടുത്തിട്ട് 2 ചാനൽ ഇതിൽ സെറ്റായിട്ട് വരുന്ന ഈ ടൈപ്പും വരുന്നുണ്ട്. ഡബിൾ ട്രാക്ക് എന്നാണ് ഇതിൻ്റെ പേര്. ഇതും ഒരു സൈലന്റ് ട്രാക്കാണ്. ഇത്രയും ട്രാക്കുകളാണ് നോർമലായിട്ട് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. പിന്നെ റിപ്പിൾ കട്ടണ് അറേബ്യൻ ട്രാക്ക് എന്ന് പറഞ്ഞ ട്രാക്ക് വരുന്നുണ്ട്. ഇത് റിപ്പിൾ കട്ടൺ യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ട്രാക്ക് എന്ന് പറഞ്ഞത് ഇതും റിപ്പിൾ കട്ടണാണ് യൂസ് ചെയ്യാറുള്ളത്. ഇത്രയും ചാനലുകളാണ് നോർമലായിട്ട് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഇനിയും ഒരുപാട് ചാനലുകൾ, പ്രീമിയം കാറ്റഗറിയിൽപ്പെട്ട ഒരുപാട് ചാനലുകൾ ഇനി മാർക്കറ്റിൽ ലഭ്യമാണ്. അത് നമുക്ക് മറ്റൊരു ദിവസം പരിചയപ്പെടാം. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.